മനോഹരങ്ങളായ അൾത്താരങ്ങൾ നിർമ്മിച്ച് വിശ്വാസി സമൂഹത്തെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുകയാണ് ഇരിങ്ങാലക്കുട രൂപതാ വൈദികനായ ഫാദർ വിൽസൺ എലുപത്തിങ്കൽ കൂനൻ. ഇതിനോടകം രൂപതയിലെ വിവിധ ഇടവകകളിലായി 10 അൾത്താരകളാണ് വിൽസനച്ചന്റെ കരവിരുതിൽ പിറന്നത്. അൾത്താരകൾ രൂപകൽപ്പന ചെയ്ത് മുന്നേറുന്ന മതിലകത്തെ ഫാദർ വിൽസൺ എലുപത്തിങ്കൽ കൂനൻ കയ്യടി നേടുന്നു. ആ കരവിരുതിലെ ദൈവിക സ്പർശം പരിചയപ്പെടുത്തുകയാണ് ഇത്തവണത്തെ ചർച്ച് ബീറ്റ്സിൽ. പാരമ്പര്യമായി ലഭിച്ച കലാവാസന വിൽസനച്ചനിൽ തളിർക്കുന്നത് ഇരിങ്ങാലക്കുട മൈനർ സെമിനാരിയിൽ പഠിക്കുമ്പോഴാണ്. അവിടെ അൾത്താരയൊരുക്കാനും പൂക്കളലങ്കരിക്കാനും വിൽസനച്ചന് നിരവധി അവസരങ്ങൾ ലഭിക്കുമായിരുന്നു. പ്രോത്സാഹനത്തിനാണെങ്കിൽ യാതൊരു കുറവുമുണ്ടായിരുന്നില്ല. അന്നത്തെ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവ് മുതൽ വൈദികരും സെമിനാരി സഹപാഠികളുമെല്ലാം ചേർന്ന് വിൽസനച്ചന്റെ ഉള്ളിലെ കലാകാരനെ പുറത്തെടുത്തു. ഇന്ന് തന്റെ പൗരോഹിത്യ ജീവിതം രജത ജൂബിലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നാളിത്രയുമുള്ള വിശേഷങ്ങളെല്ലാം ബന്ധപ്പെട്ടു നിൽക്കുന്നത് ഒന്നിൽ മാത്രം: അൾത്താരയിൽ കുടികൊള്ളുന്ന ദൈവീക സാന്നിധ്യത്തെക്കുറിച്ച്. വൈദികനോട് അടുത്തില്ലെങ്കിലും അൾത്താരയോട് അടുക്കണമെന്ന് ദേവാലയത്തിലെത്തുന്ന വിശ്വാസികളോട് വിൽസനച്ചൻ പറയുന്നത് പതിവാണെങ്കിലും ആ അടുപ്പം സാധ്യമാക്കുന്നത് അൾത്താരയുടെ ചൈതന്യവും മനോഹാരിതയുമാണെന്ന ബോധ്യം ആവോളമുണ്ട്. തിരുവചനം ഇങ്ങനെ പറയുന്നു: 1 ദിനവൃത്താന്തം 17:12. അവർ നിനക്കായി ഒരു ആലയം പണിയും, അവർ നിനക്ക് വേണ്ടി ഒരു സിംഹാസനം സ്ഥാപിക്കും. നമുക്കറിയാം, ദേവാലയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ ബലിപീഠം, സിംഹാസനം. ആ ബലിപീഠം ഇരിക്കുന്ന ഇടമാണ് മദ്ബഹ. ആ മദ്ബഹയിൽ ഒരു ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം നോക്കുന്നത് മദ്ബഹയിലേക്കാണ്. അവിടുത്തെ വിശുദ്ധമായ രൂപങ്ങളുണ്ടാവും, സക്രാരി ഉണ്ടാവും. അപ്പം ഞാനൊരു ദേവാലയത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എൻ്റേതായിട്ടുള്ള ചെറിയ കലാരൂപങ്ങൾ വെച്ച് ആ മദ്ബഹ ഭംഗിയാക്കാറുണ്ട്. അങ്ങനെ ഒരു ഭംഗിയാക്കിയ ദേവാലയങ്ങളിൽ ഒരു ദേവാലയമാണ് ഇവിടെ ദേവാലയ മദ്ബഹയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ ഈ രൂപം സൃഷ്ടിച്ചത് മുതൽ പ്രത്യേകിച്ച് ഇടവക മക്കൾ പറയാറുണ്ട്, കുറച്ചും കൂടി നന്നായി പ്രാർത്ഥിക്കുവാനും കർത്താവിനെ കാണുവാനും ഒരു ആത്മീയമായിട്ട് നിറവ് പലപ്പോഴും അനുഭവിക്കാറുണ്ട്. അങ്ങനെ ഏകദേശം 10ഓളം പള്ളികൾ ഇതുപോലെ മദ്ബഹ എൻ്റെ ഒരു കരവിരുതിലൂടെ ചെയ്യാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒരു പുരോഹിതനായാലും മദ്ബഹയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവനാണല്ലോ. അതുകൊണ്ട് ഞാനും എൻ്റെ ഒരു കലാരൂപങ്ങൾ ഈ മദ്ബഹയോടും സിംഹാസനത്തോടും ദൈവജനത്തെ വളർത്തുവാനും ആത്മീയമായി ഉണർത്തുവാനും വേണ്ടി ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. പോളിഫോം എന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാണ് അൾത്താരയുടെ ബാഹ്യരൂപം തയ്യാറാക്കുന്നത്. ഏതു കാലാവസ്ഥയിലും കേടുപാടുകൾ കൂടാതെ ദീർഘനാൾ നിലനിൽക്കുമെന്നതാണ് പ്രത്യേകത. ഇതിനുമേൽ മഞ്ഞയും സ്വർണ്ണ നിറവുമായ എമൽഷൻ പെയിന്റുകൾ പ്രത്യേക രീതിയിൽ ചാലിച്ച് ആകർഷകമാക്കും. ഇതിനെ താങ്ങി നിർത്തുന്നത് അൾത്താര രൂപകൽപ്പനയ്ക്ക് അനുസൃതമായി വെൽഡ് ചെയ്യപ്പെട്ട കമ്പിയും പൈപ്പുമാണ്. ഈ മാതൃകയിൽ 600 സ്ക്വയർ ഫീറ്റ് വരുന്ന അൾത്താരയ്ക്ക് 60,000 രൂപയാണ് ചെലവ്. അതേസമയം സിമന്റ് ഉപയോഗിച്ചുള്ള നിർമ്മാണത്തിന് കുറഞ്ഞത് 5 ലക്ഷം രൂപയെങ്കിലും പ്രതീക്ഷിക്കാമെന്ന് വിൽസനച്ചൻ പറയുന്നു. അൾത്താര രൂപകൽപ്പന കൂടാതെ ഇടവകയിലെ സകല പരിപാടികൾക്കും വിൽസനച്ചന്റെ കലാമികവ് ദർശിക്കാനാകും. വൈദിക വൃത്തിയോടൊപ്പം കലാരംഗത്തും തിളങ്ങാൻ ഫാദർ വിൽസൺ എലുപത്തിങ്കൽ കൂനനെ പ്രാപ്തമാക്കുന്നത് ദൈവകൃപ ഒന്നു മാത്രമാണ്. വാസ്തുവിദ്യയോ അകത്തളങ്ങളിലെ രൂപകൽപ്പനയോ ഒരു സ്ഥാപനങ്ങളിലും പോയി പഠിക്കാത്ത വിൽസനച്ചന്റെ അസാധാരണ കഴിവ് ഏവർക്കും അതിശയമാണ്. ഇങ്ങനൊരു ആർട്ട് വർക്ക് പഠിക്കുവാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി മറ്റു സ്ഥലങ്ങളിൽ കോളേജുകളിൽ പോകാനോ ഒന്നും അവസരം കിട്ടിയിട്ടില്ല. എങ്കിലും ഈ മദ്ബഹ വർക്കുകൾ അല്ലെങ്കിൽ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഇത്തരം വർക്കുകൾ ചെയ്യാൻ സാധിച്ചത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അല്പനേരം അവിടെ നിന്ന് ധ്യാനിക്കും, എന്തൊക്കെ പ്ലാനുകളൊക്കെ നടത്തും, അത് എക്സിക്യൂട്ടീവ് ചെയ്യും. പക്ഷേ മുൻപ് എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിന് മുമ്പുണ്ടാകേണ്ട റിസൾട്ട് അതിനേക്കാൾ 10 ഇരട്ടി ആയിരിക്കും, കൂടുതലായിരിക്കും അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്. അത് വലിയൊരു സന്തോഷം തന്നെയാണ്. പ്രത്യേകിച്ച് ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ വികാരി അച്ഛൻ എന്ന രീതിയിൽ അത് കുറച്ചുകൂടി നമുക്ക് വളർത്താൻ സാധിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ അത് വലിയ കൃപയാണ്. ഓരോ വർഷം കഴിയും തോറും ആ കൃപ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വർക്ക് ചെയ്യുവാനും അതിനെ വളർത്തുവാനും സാധിക്കുന്നുണ്ട്.
അത് ദൈവത്തിൻ്റെ പ്രത്യേക ശക്തി തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ കർത്താവിൻ്റെ അരികിൽ ഇത്തരം കൂടുതൽ വർക്കുകൾ ചെയ്യാൻ ഇനിയും അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ അൾത്താര നിർമ്മാണത്തിനു മുന്നേ മനസ്സിൽ വരുന്ന ആശയം ആദ്യം അൾത്താരയിലേക്ക് നോക്കി ഈശോയോട് പറയും. അത് അനുയോജ്യമായ വിധം വിൽസനച്ചന്റെ മനസ്സിൽ ഈശോ തിരുത്തി കൊടുക്കും. പിന്നെ ഒന്നും നോക്കില്ല, പണികൾ ആരംഭിക്കുകയായി. ഇതിനോടകം വിൽസനച്ചൻ ഇടവക വികാരിയായിരുന്നിട്ടുള്ള മതിലകം സെന്റ് ജോസഫ് സീറോ മലബാർ ദേവാലയം ഉൾപ്പെടെ ചെറുതും വലുതുമായി 10 അൾത്താരകളുടെ പണിയാണ് പൂർത്തിയാക്കിയത്. മതിലകം ദേവാലയത്തിൽ അൾത്താര കൂടാതെ പരിശുദ്ധ ദൈവമാതാവിന്റെയും യൗസേ പിതാവിന്റെയും ഗ്രോട്ടോയും അതിന്റെ മിനിയേച്ചർ രൂപവും ഉഗ്രനായി നിർമ്മിച്ചു. കൂടാതെ സെമിത്തേരി ചാപ്പൽ നവീകരിക്കുകയും ചെയ്തു. പിന്തുണയും സഹായവുമായി അച്ഛനൊപ്പം കൂടെ കൂടുന്ന ഇടവക ജനങ്ങൾക്ക് ഇതൊരു ആവേശമാണ്. വിൽസനച്ചന്റെ എല്ലാ കലാസൃഷ്ടിയും ഒന്നിനൊന്ന് മികവുറ്റതാകുമ്പോൾ എല്ലാ ക്രെഡിറ്റും സ്വർഗരാജ്യത്തെ ആ വലിയ കലകളുടെ തമ്പുരാനു തന്നെ. വിശ്വാസി സമൂഹത്തിന് ഈശോയുമായുള്ള അകലം കുറിച്ച് ദൈവിക സാന്നിധ്യം നിറക്കിയാണ് വിൽസനച്ചന്റെ ഓരോ അൾത്താര രൂപകൽപ്പനകളും. തനിക്ക് ലഭിച്ച സിദ്ധി ദൈവകൃപയായാണ് അച്ഛൻ വിശ്വസിക്കുന്നത്. ക്യാമറമാൻ ടോബിനുമൊപ്പം റിജു സേവ്യർ, ഷിഗ്യാന ന്യൂസ്, തൃശൂർ.